ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ രാവിലെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഉറങ്ങിക്കിടന്ന് എൻ്റെ മോൾ ഉണർന്നു കേട്ടോ. രാവിലെ ഇവളൊരു 6-6:30 ആയിട്ട് ഉണർന്ന് പാൽ കുടിച്ചതിന് ശേഷം പിന്നെ അവളൊന്ന് ഉറങ്ങും. പിന്നെ ഒരു 9-9:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കും. ആ എഴുന്നേക്കുന്ന ഗ്യാപ്പിലാണ് കേട്ടോ ഞാനും അമ്മയും കൂടെ മിച്ചുവിനെ കുളിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ അധ്വാനം. അമ്മ എണ്ണ തേക്കും, ഞാൻ സോപ്പ് തേച്ചെടുക്കും. അങ്ങനെയൊക്കെയാണ് അവളെ കുളിപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ കുളിപ്പിച്ചതിന് ശേഷം അവൾ കുറച്ച് സമയമുണ്ട് അമ്മമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കും. അമ്മ ആ സമയം കൊണ്ടുള്ള ദേഹമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കും. എന്നും കുളി കഴിഞ്ഞിട്ട് ഇവൾക്ക് 2 തുമ്മൽ നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളെ റൂമിൽ കൊണ്ടുവന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കും. അപ്പോൾ കുളിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവളുടെ ഡ്രസ്സും ടവലും എല്ലാം എടുത്ത് വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അവൾ ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ അവളൊന്ന് സോപ്പിട്ട് എടുക്കുകയാണ്, അടുത്ത് കരയാതിരിക്കാനും പെട്ടെന്നൊന്ന് ഉറങ്ങാനും വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവൾക്ക് പാല് കൊടുത്തതിന് ശേഷം ഇവളൊന്ന് ഉറക്കാനായിട്ട് നോക്കി. എല്ലാ ദിവസവും ഇവൾ ഉറങ്ങൂല കേട്ടോ, ചില ദിവസം ഉറങ്ങും ചില ദിവസം ഉറങ്ങൂല. ഇന്ന് എന്തോ ഇതിലങ്ങ് അവളങ്ങ് ഉറങ്ങി. അങ്ങനെ അവൾ ഉറങ്ങിയതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവൾക്ക് കരിപ്പൊട്ട് ഇട്ട് കൊടുക്കും. അതായത് ഇതെൻ്റെ വല്യമ്മ എനിക്ക് ചെയ്തതാണ്. വല്യമ്മയുടെ വീട്ടിലൊരു കുഞ്ഞു വാവയുണ്ട്. അപ്പോൾ ആ മോൾക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്കും കൂടെ തന്നതാണ് മിച്ചുവിന് വേണ്ടിയിട്ട്. അങ്ങനെ അവൾക്ക് പൊട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇതേണ്ട അവളെ ഞാൻ സെറ്റാക്കി എടുത്ത് എന്നിട്ട് അവളെ ഞാൻ തൊട്ടിലിട്ട് ആട്ടി ഉറക്കുകയാണ്. അവൾ ഉറങ്ങി തൊട്ടിലും കൂടെ ഒന്ന് ജസ്റ്റ് ഇട്ട് ആട്ടിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മിച്ചുവിൻ്റെ ഡ്രസ്സും 2 ദിവസം ഡ്രസ്സ് കഴുകാനായിട്ടുണ്ട്. അങ്ങനെ അതെടുത്ത് നേരെ കഴുകാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഡ്രസ്സ് ഇട്ടുകൂടാന്ന് എപ്പോഴും അമ്മ പറയും, കഴുകാനായിട്ടുള്ളത് അന്നെന്നുള്ളത് കഴുകണം എന്ന്. പക്ഷേ എനിക്ക് 2 ദിവസം വയ്യാത്തതുകൊണ്ട് കഴുകാൻ പറ്റിയില്ല. എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴുകിയതിന് ശേഷം നേരെ കൊണ്ട് വിരിക്കാനായിട്ട് മുകളിൽ പോയി. അങ്ങനെ ഡ്രസ്സുകളെല്ലാം വിരിച്ചെടുത്ത് സത്യം പറഞ്ഞാൽ രാവിലെ തൊട്ട് എല്ലാം ചെയ്ത് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ആ തളർച്ച ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്തായാലും ടെറസിൽ നിൽക്കില്ലെന്ന് പറഞ്ഞ് 2 റംബൂട്ടാൻ പറിച്ച് കഴിക്കാമെന്ന് കരുതി ക്ഷീണം മാറ്റാനായിട്ട്. അങ്ങനെ റംബൂട്ടാനൊക്കെ പറിച്ച് കഴിച്ചതിന് ശേഷം താഴെ വന്നിരിക്കാമല്ലോ എന്ന് കരുതിയപ്പോഴത്തേക്കൊണ്ട് മിച്ചമാണെന്നു. പിന്നെ അവൾക്ക് പാൽ കൊടുത്ത് അവളെ ഉറക്കിയെടുത്തതിന് ശേഷം ഞാൻ കുളിക്കാനായിട്ട് പോയി. ഇവൾ ഉറങ്ങുന്ന ഗ്യാപ്പിൽ നമ്മൾ കുളിച്ചില്ലെങ്കിൽ അതും നടക്കൂല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്നിട്ട് ഞാൻ നേരെ ഉച്ചത്തേക്കുള്ള ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്ന കേട്ടോ. കാരണം ഇവൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ചോറ് കഴിച്ചില്ലെങ്കിൽ അതും നടക്കൂല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റ ബൈ ബൈ, സീ യു.